സർ നമസ്കാരം. നമസ്തേ. സർ അടുത്തിടെ ശ്രദ്ധ നേടിയ ഹ്യൂമനോയ്ഡ് റോബോട്ട്സിന്റെ ഒരു 4 കാലുള്ള റോബോട്ടിനെ പറ്റിയിട്ടൊരു വാർത്ത കണ്ടു. എന്താണ് സ്വാൻ M2 എന്ന് പറയുന്ന ഈ ഒരു പുതിയ റോബോട്ടിക് സംവിധാനം അല്ലെങ്കിൽ 4 കാലുകളുള്ള റോബോട്ട് എന്ന് പറയുന്നത്? 4 കാലുകളുള്ള റോബോട്ട് ഓൾറെഡി തന്നെ നമ്മുടെ സൈന്യത്തിന്റെ ഭാഗമാണ്. കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തില് ആ 4 കാലുള്ള റോബോട്ടുകളെ പ്രദർശിപ്പിച്ചിരുന്നു. പക്ഷെ ഹ്യൂമനോയിഡ് റോബോട്ട് ഒരു മേഖലയാണ്. ആ ഹ്യൂമനോയിഡ് റോബോട്ടുകൾ ഭാവിയിലേക്കുള്ള ഒരു ആ, ഒരു ഒരു സംവിധാനമാണ്. ആ സംവിധാനം ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ് അത് ഇപ്പോൾ നിൽക്കുന്നതെന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. 2025 മുതൽ 35 വരെയുള്ള ഒരു കാലത്തെ ഡെക്കേഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ എന്നാണ് നമ്മുടെ സൈന്യം പേരിട്ടിരിക്കുന്നത്. ഈ മാറ്റത്തിന്റെ ഈ ദശകത്തിലാണ് ഹ്യൂമനോയിഡ് റോബോട്ടുകളുടെ ഡിസൈനിങ്ങും അതിന്റെ പ്രാഥമികമായിട്ടുള്ള അതിന്റെ പ്രോട്ടോടൈപ്പുകളും എല്ലാം തന്നെ നിർമ്മിക്കാൻ പോകുന്നത്. ഇത് 3 സ്റ്റേജായിട്ടാണ് ഈ ഈ റോബോട്ടുകൾ ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാകുന്നത്. ഐശ്വര്യ ഇപ്പോൾ പറഞ്ഞത് അത് യഥാർത്ഥത്തിൽ അതിന്റെ ഒരു പൂർവ്വരൂപമാണ്. ഈ ഈ 4 കാലുള്ള ഒരു നായയുടെ രൂപത്തിലുള്ള, അല്ലെങ്കിൽ അതിന്റെ ഒരു മറ്റെന്തെങ്കിലും ഏത് ജീവിയുടെ പേര് വേണമെങ്കിൽ നമുക്ക് പറയാം, കഴുതെന്നോ ഒക്കെ പറയാം. അത്തരം റോബോട്ടുകൾ ഭാരം വഹിച്ചുകൊണ്ട് കുറച്ചു ദൂരം സഞ്ചരിക്കുന്ന, അതായത് സാധാരണഗതിയിൽ വീലുള്ള ഒരു വാഹനം പോകുന്നത്, അല്ലെങ്കിൽ താഴെ ചെയിനുള്ള ഈ ടാങ്ക് പോലുള്ള ഒരു വാഹനം നീങ്ങുന്നതിൽ നിന്നും പകരമായിട്ട് കാലുകൾ ഉപയോഗിച്ച് ക്വാഡ്രാപെഡൽ എന്ന് പറയുന്ന സംവിധാനമാണ്. അത് ഓൾറെഡി സൈന്യത്തിന്റെ ഭാഗമാണ്. അതിന്റെ കാലം കഴിഞ്ഞു. ശരിക്കും ചൈനയ്ക്കൊക്കെ ഉണ്ട് അത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അടുത്ത ഘട്ടത്തിലേക്ക് ബൈപ്പെഡൽ റോബോട്ട് എന്ന് പറയും. അതായത് 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന ബൈപ്പെഡൽ. ആ ബൈപ്പെഡൽ റോബോട്ടുകളില് ശരിക്കും അതിന് ചില പ്രാഥമികമായിട്ടുള്ള ചില സ്വയം നിയന്ത്രണങ്ങൾ, അല്ലെങ്കിൽ ചില കൺട്രോളുകൾ അതിന് ആവശ്യമുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് അതിന് ഒരു ചുറ്റുപാടും ഉള്ള ഒരു അവയർനെസ് വേണം. ചുറ്റുപാടിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് ഉണ്ടെങ്കിലേ നമുക്ക് ഇത് മുന്നോട്ട് നടക്കാൻ പറ്റുകയുള്ളൂ. നടന്നു പോവുകയാണ്. കാരണം ഒബ്സ്റ്റക്കിൾസ് കാണും വഴിയിൽ. ആ ഒബ്സ്റ്റക്കിൾസിനെ മാറ്റണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് 2 തരം സെൻസറുകളുണ്ട്. പ്രൊപ്രിയോസെപ്റ്റിക് സെൻസർ എന്ന് പറയുന്നത് സ്വന്തം പൊസിഷൻ, സ്വന്തം ശരീരം, ഇതൊക്കെ റോബോട്ടിന് അതിനെക്കുറിച്ച് ഒരു അവയർനെസ് വേണം. ഇപ്പൊ ഉദാഹരണത്തിന് മറിഞ്ഞു വീണാല് ഒരു റോബോട്ട് താഴെ ഉരുണ്ട് വീഴാന്നിരിക്കട്ടെ, അത് തന്നെ എഴുന്നേക്കാൻ പറ്റണം, മനുഷ്യനെ പോലെ തന്നെ. അപ്പോ അതിനാണ് അതിന് ഒരു സ്വന്തം ഒരു അവയർനെസ്, സ്വന്തം സ്ഥിതിയെ കുറിച്ചിട്ടുള്ള ഈ എക്സ്ട്രോസെപ്റ്റീവ് സെൻസേഴ്സ് എന്ന് പറയുന്ന പരിസരത്തിനെ കുറിച്ചുള്ള അവയർനെസ് ആണ്. അതായത് പോകുന്ന വഴി എങ്ങനെയാണ് അത് കയറ്റവും ഇറക്കമുള്ള അൺഈവൻ സർഫസ് ആണോ, ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് ഈ ബൈപ്പെഡൽ റോബോട്ടിന് കൃത്യമായ സ്റ്റെപ്പുകൾ വെച്ച് പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ബ്രെയിന്, നമ്മൾ നടന്നു പോകുന്ന കുണ്ടും കുഴിയുമുള്ള ഒരു സ്ഥലത്താണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബ്രെയിൻ അത് തിരിച്ചറിയുകയും നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ചലനങ്ങൾ ക്രമീകരിക്കപ്പെടുകയും